പാർട്ടി ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചു എന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് കാണുന്നത്. മിനിയാന്ന് ആരാധ്യനായ പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ചിരുന്നു, ഫോൺ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ഇത്രമാത്രമാണ് പറഞ്ഞത്, ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ്, അത് സ്വീകരിക്കുക, നന്നായിട്ട് പ്രവർത്തിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ആ ദൗത്യം എന്ന് ഞാൻ ചോദിച്ചില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുതിർന്ന നേതാക്കളായാലും ആരാധ്യരായ നമ്മുടെ മാർഗദർശികൾ എന്ന നിലയ്ക്കാണ് അവരെയൊക്കെ കാണുന്നത്. അപ്പോൾ അവർ ഏൽപ്പിക്കുന്ന ദൗത്യം ഏറ്റെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. അപ്പോൾ ഇന്ന് കാലത്ത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാന്യനായ രാജീവ് ചന്ദ്രശേഖർജി വിളിച്ചിട്ട് ഇതാണ് മാഷി ഏൽപ്പിക്കുന്ന ദൗത്യം, രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അത് ഇന്നത്തെ കാലത്ത്, വർത്തമാന കാലത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഒരു തരത്തിലും തലപൊക്കാൻ അനുവദിക്കില്ല എന്ന വാശിയോടെ പലരും പ്രവർത്തിക്കുമ്പോൾ, എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ജനങ്ങളുടെ സേവനത്തിനു വേണ്ടി, ജനക്ഷേമത്തിനു വേണ്ടി ഒരു പുതിയൊരു സന്ദേശം പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വികസിത കേരളം എന്നുള്ളതാണ്. വികസിത കേരളം എന്നുള്ളത് കേവലം ഒരു മുദ്രാവാക്യം മാത്രമല്ല, സാക്ഷാത്കരിക്കപ്പെടേണ്ട ഒരു സ്വപ്നമായിട്ടാണ് പാർട്ടി പ്രവർത്തകർ അതിനെ സ്വീകരിച്ചത്. ആ സ്വപ്ന സാക്ഷാത്കാരം സാധ്യമാകുന്നതിന് പാർട്ടി സംവിധാനങ്ങൾ, പാർട്ടി കാര്യകർത്താക്കൾ എല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരിശ്രമത്തിന് ബലം കിട്ടുന്ന ഒരു നിയോഗമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ വികസിത കേരളം എന്ന സങ്കല്പത്തിലേക്ക് നമ്മുടെ നാടിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യം നിർവഹിക്കുന്നതിലൂടെ എത്രമാത്രം ഫലപ്രദമായി സാധിക്കുമോ അത് ചെയ്യുക എന്നുള്ളതാണ് ആലോചിക്കുന്നത്. പാർട്ടിയുടെ തിരുവനന്തപുരത്ത് സംസ്ഥാന ആസ്ഥാനം ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ അമിത്ഷാജി വളരെ വൈകാരികമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനിവിടെ ഈ ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ പ്രസ്ഥാനത്തിനു വേണ്ടി ജീവൻ നഷ്ടപ്പെടേണ്ടി വന്ന, കഷ്ടപ്പെടേണ്ടി വന്ന ആളുകളെയൊക്കെ സ്മരിക്കുകയാണ്. അതും വലിയൊരു സന്ദേശമാണ്. ഒരുപാട് പ്രതിസന്ധികളെ മറികടന്നുകൊണ്ടാണ് കേരളത്തിൽ പാർട്ടി മുന്നേറുന്നത്. ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കണ്ണൂർ ജില്ലയിൽ അങ്ങനെയുള്ള ഒരു ഗതകാല ചരിത്രമുണ്ട് നമുക്ക്. ഏതായാലും അതൊന്നും നമ്മൾ വീണ്ടും ചികഞ്ഞെടുത്ത് വീണ്ടും അസ്വസ്ഥത ഉണ്ടാക്കണം എന്നൊട്ടുമേ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ കാണുന്ന ഈ സമാധാന അന്തരീക്ഷം ശാശ്വതമായി നിലനിൽക്കണം എന്ന് തന്നെയാണ് പാർട്ടി ചിന്തിക്കുന്നത്. അതനുസരിച്ച് കൂടി എന്നിൽ അർപ്പിതമായ ഈ ഒരു നിയോഗം അതിനുകൂടി വേണ്ടി, സമാധാന പാലനത്തിനും നിലനിർത്തുന്നതിനും വേണ്ടി കൂടി ഉപയോഗപ്പെടുത്തും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. മലബാർ മേഖലയിൽ ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു പാർട്ടി കാര്യകർത്താവിനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പിലൂടെ ജയിക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ശ്രമകരമാണ്. കാരണം ഞങ്ങൾ ജയിക്കുന്നത് തടയാൻ വേണ്ടി ഞങ്ങളുടെ 2 പ്രതിയോഗികളും കൈകോർക്കാറുണ്ട്. എന്നാൽ മറ്റ് രീതിയിലൊക്കെ പാർട്ടിയുടെ ഈ ഭാഗത്തെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ പാർട്ടി ശ്രദ്ധിക്കാറുമുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഉള്ള അതൊരു പ്രതീക്ഷയാണ് പാർട്ടിയുടെ. അപ്പോൾ ഈ മലബാർ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇങ്ങനെയൊരു നിയോഗം ഒരു കാര്യകർത്താവിനെ ഏൽപ്പിക്കുക എന്നുള്ളത് മഹത്വപൂർണ്ണമായ ഒരു പ്രതീക്ഷയുടെ ഫലമായിട്ടാണ്.